Good morning to one and all. Welcome to all our online classroom Business Economics. Yesterday we discussed the functions or role of managerial economist, also the responsibility of managerial economist. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മുടെ ബിസിനസ് എക്കണോമിക്സിൽ ഇതുവരെയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എക്കണോമിക്സ് എന്താണ്, മാനേജീരിയൽ എക്കണോമിക്സ് എന്താണ്, മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ നാച്ചുർ എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഫങ്ഷൻ എന്താണ്, സ്കോപ്പ് എന്താണ്, അതേപോലെ തന്നെ മാനേജീരിയൽ എക്കണോമിക്സും എക്കണോമിക്സ്റ്റിൻ്റെ റോള്, അതായത് ഓർഗനൈസേഷൻ മാനേജീരിയൽ എക്കണോമിസ്റ്റ് എന്തൊക്കെ റോളും അവർക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റിയാണുള്ളത് എന്നാണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഭാഗം. ഇനി നമുക്ക് ഈ ചാപ്റ്റേഴ്സിൽ പഠിക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജീരിയൽ എക്കണോമിക്സ് ആൻഡ് ജനറൽ എക്കണോമിക്സ്, അതേപോലെ റിലേഷൻഷിപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് വിത്ത് അതർ സബ്ജക്റ്റ്. ഇന്ന് നമ്മൾ ഈ രണ്ട് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജീരിയൽ എക്കണോമിക്സ് ആൻഡ് ജനറൽ എക്കണോമിക്സ്. ഇപ്പോൾ ഫസ്റ്റ് ജനറൽ എക്കണോമിക്സ്, അതാണ് ഇതിൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ജനറൽ എക്കണോമിക്സ് ആണ്. സെക്കൻഡ് മാനേജീരിയൽ എക്കണോമിക്സ് ആണ്. ഇപ്പോൾ രണ്ട് കോളംസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഈസിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഒന്നാമത്തെ ബേസ് പറയുന്നത്, ഒന്നാമത്തെ ഡിഫറൻസ് ക്രൈറ്റീരിയ, മാനേജീരിയൽ എക്കണോമിക്സ് ഡീൽസ് വിത്ത് ബോത്ത് മൈക്രോ ആൻഡ് മാക്രോ. General economics deals with both micro and macro. In managerial economics, dealing only micro aspects. We have already discussed macroeconomics deals with the whole of the economy. But in microeconomics, it studies the particular unit, such as a single firm or a single market, etc. In general economics, deals with both micro and macroeconomics aspects. But in managerial economics, dealing only micro aspects of a single organization. Next difference, in general economics deals with all theories of distribution, namely rent, wage, interest and profit. Managerial economics deals with profit theory only. ഒരു ഓർഗനൈസേഷൻസിൽ ബേസിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷൻസിന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മാനേജീരിയൽ എക്കണോമിക്സ് ഒരു ഓർഗനൈസേഷൻസ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഫങ്ഷൻ ആ ഓർഗനൈസേഷൻസിന് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ ഡിസിഷൻസ്, ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നതിലുള്ള ഡിസിഷൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ എയിം. അതുകൊണ്ട് തന്നെ മാനേജീരിയൽ എക്കണോമിക്സിൽ തിയറി ഓഫ് പ്രോഫിറ്റ്സ് ആണ് ഡീൽ ചെയ്യുന്നത്. അതേസമയം ജനറൽ എക്കണോമിക്സ് ദ ഹോൾ ആസ്പെക്ട്സ് ആണ്, എല്ലാ ടൈപ്പ് ഓർഗനൈസേഷൻസിനും അത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്കണോമിക്സ് ഡീൽസ് വിത്ത് ഓൾ തിയറീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ലൈക്ക് റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ്, എക്സെട്ര. Next difference, in general economics
both positive and normative signs. But in managerial economics, only normative signs. അപ്പോൾ എന്താണ് പോസിറ്റീവ് സയൻസ് എന്നും എന്താണ് നോർമാറ്റീവ് സയൻസ് എന്നും നമുക്ക് അറിയണം. In positive economics, it is an approach to economics which deals with what is. എന്താണ് എന്നതാണ് ഈ പോസിറ്റീവ് എക്കണോമിക്സിൽ ഡീൽസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് വിത്ത് മോറൽ ഓർ എത്തിക്കൽ പെർസ്പെക്റ്റീവ് ഓർ എത്തിക്കൽ ക്വസ്റ്റ്യൻസ്. അതായത് പോസിറ്റീവ് എക്കണോമിക്സിലാണെങ്കിൽ വാട്ട് ഈസ് എന്നതിനുള്ള ആൻസർ മാത്രമാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. എത്തിക്കലായിട്ടുള്ളതോ മോറലായിട്ടുള്ളതോ യാതൊരു കൺസിഡറേഷൻസും ഈ ഒരു പോസിറ്റീവ് എക്കണോമിക്സിൽ കൺസിഡർ ചെയ്യുന്നില്ല. അതേസമയം നോർമാറ്റീവ് സയൻസ് എന്ന് പറയുന്നത്, അല്ലെ നോർമാറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത് വാട്ട് ഓട്ട് ടു ബി, എന്തായിരിക്കണം സംഭവിക്കേണ്ടത് എന്നതാണ് ഈ നോർമാറ്റീവ് സയൻസിൽ നമ്മൾ കൺസിഡറേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാനേജീരിയൽ എക്കണോമിക്സ് നോർമാറ്റീവ് സയൻസ് ആണ്. അതേസമയം ജനറൽ എക്കണോമിക്സ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നോർമാറ്റീവ് സയൻസ് ആണ്. നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ക്യാരക്ടർ പറയുമ്പോൾ അവിടെ നമ്മൾ രണ്ടാമത്തെ ക്യാരക്ടറായിട്ട് പറഞ്ഞിരുന്നത് ഇറ്റ് ഈസ് എ നോർമാറ്റീവ് എന്നുള്ള ടേംസാണ്. അപ്പോൾ എന്ത് സംഭവിക്കണം എന്നാണ് മാനേജീരിയൽ എക്കണോമിക്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്ത് സംഭവിക്കും എന്നോ അല്ലെ എന്താണ് എന്നോ എന്നതല്ല, ഓർഗനൈസേഷൻസിൽ നമുക്ക് എന്ത് സംഭവിക്കണം എന്ന് കൺസിഡർ ചെയ്തുകൊണ്ടാണ് മാനേജീരിയൽ എക്കണോമിക്സ് ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷൻസിൽ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ആണ് ജനറൽ എക്കണോമിക്സ് ഡീൽസ് വിത്ത് തിയറിറ്റിക്കൽ ആസ്പെക്ട്സ്, ബട്ട് ഇൻ മാനേജീരിയൽ എക്കണോമിക്സ് ഡീൽസ് വിത്ത് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ്. അത് നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷൻസിൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിൽ അതിൽ ബെസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് എടുക്കുക എന്നുള്ളതാണ് മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ എയിം. അതായത് ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻസ് എന്താണോ ആ സിറ്റുവേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻ കണ്ടക്ട് ചെയ്യാനാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ത് ചെയ്യുന്നത്, ഓർഗനൈസേഷൻസിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഓറിയൻറ്റഡ് ആണ്. പക്ഷേ ജനറൽ എക്കണോമിക്സ് തിയററ്റിക്കൽ ആസ്പെക്ട്സ് ആണ് വരുന്നത്. ഈ ജനറൽ എക്കണോമിക്സിലെ തിയററ്റിക്കൽ ആസ്പെക്ട്സ് നമ്മൾ ഓർഗനൈസേഷൻ്റെ സ്പെസിഫിക് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മാനേജീരിയൽ എക്കണോമിക്സ് ഡീൽസ് വിത്ത് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ്, ബട്ട് ഇൻ ജനറൽ എക്കണോമിക്സ് ഡീൽസ് വിത്ത് തിയററ്റിക്കൽ ആസ്പെക്ട്സ്. നെക്സ്റ്റ് ഡിഫറൻ്റ് ആണ്, ഇൻ ജനറൽ എക്കണോമിക്സ് സ്റ്റഡി ബോത്ത് ദി ഫേംസ് ആൻഡ് ഇൻഡിവിജ്വൽ, ബട്ട് ഇൻ മാനേജീരിയൽ എക്കണോമിക്സ് സ്റ്റഡി ദി പ്രോബ്ലംസ് ഓഫ് ഫേംസ് ഓൺലി. ഓർഗനൈസേഷൻസിന് അല്ലെങ്കിൽ ഫേംസിനെ പറ്റിയിട്ട് മാത്രമാണ് ഈ ഫേംസിൻ്റെ പ്രോബ്ലംസ് മാത്രമാണ് മാനേജീരിയൽ എക്കണോമിക്സിൽ സ്റ്റഡി ചെയ്യുന്നുള്ളൂ. പക്ഷേ ജനറൽ എക്കണോമിക്സിൽ ഇൻഡിവിജ്വൽ പ്രോബ്ലംസും അതേപോലെ ഫേംസ് പ്രോബ്ലംസും, ദറ്റ് മീൻസ് എൻ്റയർ എക്കണോമിയെ തന്നെ നമ്മൾ സ്റ്റഡി നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനറൽ എക്കണോമിക്സ് സ്റ്റഡി ഓഫ് ബോത്ത് ഫേംസ് ആൻഡ് ഇൻഡിവിജ്വൽസ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ മാനേജീരിയൽ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് പ്രോബ്ലം ഓഫ് ദി ഫേംസ് ഓൺലി. നെക്സ്റ്റ് ഡിഫറൻസ് ആണ് കൺസിഡർ ഓൺലി ദി എക്കണോമിക് ഫാക്ടേഴ്സ്, but in managerial economics consider both economic and non-economic factors. അപ്പോൾ ഓർഗനൈസേഷൻസിൽ നമ്മൾ എക്കണോമിക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ വെറും എക്കണോമിക്സ് തിയറീസ് മാത്രമല്ല, മറിച്ചിട്ട് നോൺ എക്കണോമിക് ഫാക്ടേഴ്സ് അല്ലെ എക്കണോമിക് ഫാക്ടേഴ്സ് മാത്രമല്ല നോൺ എക്കണോമിക് ഫാക്ടേഴ്സും കൺസിഡറേഷൻ ചെയ്യുന്നുണ്ട്. അതായത് എക്കണോമിക് തിയറംസിൻ്റെയോടൊപ്പം തന്നെ പ്രാക്ടിക്കലി മറ്റ് പല ഫാക്ടേഴ്സും ഓർഗനൈസേഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ആ മറ്റ് ഫാക്ടേഴ്സും കൺസിഡറേഷൻ ചെയ്തുകൊണ്ടാണ് മാനേജീരിയൽ എക്കണോമിക്സിൽ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാനേജീരിയൽ എക്കണോമിക്സ് കൺസിഡർ ബോത്ത് എക്കണോമിക് ആൻഡ് നോൺ എക്കണോമിക് ഫാക്ടേഴ്സ്, ബട്ട് ഇൻ എക്കണോമിക്സ് ഓർ ജനറൽ എക്കണോമിക്സ് ഇറ്റ് ഈസ് കൺസിഡർ ഓൺലി economic factors.
So based on these differences, we say economics or general economics is a wide scope, but in managerial economics is a narrow scope. These are the main difference between general economics and managerial economics. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാറ്റേഴ്സാണ് മാനേജീരിയൽ എക്കണോമിക്സും മറ്റ് സബ്ജക്റ്റും ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കേസ് വരുന്നത് റിലേഷൻഷിപ്പ് വിത്ത് മൈക്രോ എക്കണോമിക്സ് ആണ്. മാനേജീരിയൽ എക്കണോമിക്സ് ക്ലോസ്ലി റിലേറ്റഡ് ടു മൈക്രോ എക്കണോമിക്സ് തിയറി ഓർ മൈക്രോ എക്കണോമിക്സ്. The main source of the concept and analytical tools for managerial economics is microeconomic theory. Managerial economics make use of microeconomics concepts such as elasticity of demand, marginal cost or marginal revenue analysis, market structure, etc. in managerial decision making in the business firm. Thus, managerial economics depends more upon microeconomics. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഡിഫറൻസ് പറയുമ്പോൾ ഒക്കെ മാനേജീരിയൽ എക്കണോമിക്സ് ഡീൽസ് ചെയ്യുന്നത് മൈക്രോ എക്കണോമിക്സിനെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് മാനേജീരിയൽ എക്കണോമിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന തിയറംസും പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റുകളൊക്കെ മൈക്രോ എക്കണോമിക്സിലുള്ള തിയറംസാണ്. അതുകൊണ്ട് തന്നെ മൈക്രോ എക്കണോമിക്സും മാനേജീരിയൽ എക്കണോമിക്സും ക്ലോസ് റിലേഷൻസാണ്. അതായത് മാനേജീരിയൽ എക്കണോമിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് ടൂൾസും ടെക്നിക്സും തിയറംസും പ്രിൻസിപ്പിൾസൊക്കെ മൈക്രോ എക്കണോമിക്സിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ മൈക്രോ എക്കണോമിക്സും മാനേജീരിയൽ എക്കണോമിക്സും ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ബയോളജിക്കൽ സയൻസും ഡോക്ടറും എങ്ങനെയാണോ റിലേഷൻസ് ഉള്ളത്, അതുപോലെയാണ് ഇപ്പോൾ ഡോക്ടർ പഠിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ഡോക്ടർ ഒരു രോഗിയെ ചികിത്സിച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റ് തിയറംസൊക്കെ അല്ലെ വേ ആൻഡ് മീൻസൊക്കെ അയാൾ ബയോളജിക്കൽ സയൻസിൽ നിന്ന് പഠിച്ചു വരുന്നതാണ്. ഇതേപോലെ ബയോളജിക്കൽ സയൻസും ഡോക്ടറും എങ്ങനെയാണോ റിലേഷൻഷിപ്പ്, അതുപോലെ എൻജിനീയർ അല്ലെങ്കിൽ ടെക്നോളജിയും ഫിസിക്സും എങ്ങനെയാണോ റിലേഷൻഷിപ്പ്, ഇതേപോലെ മൈക്രോ എക്കണോമിക്സും മാനേജീരിയൽ എക്കണോമിക്സും ക്ലോസ് റിലേറ്റഡ് ആണ്. That means the more relationship with microeconomics than macroeconomics ആണ്. അത് മാക്രോ എക്കണോമിക്സിനേക്കാൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ ക്ലോസ് ആയിട്ട് റിലേഷൻഷിപ്പ് എന്തിനോടാണ്? മാനേജീരിയൽ എക്കണോമിക്സിന് മൈക്രോ എക്കണോമിക്സിനോടാണ്. സെക്കൻഡ് ഏരിയ ആണ് റിലേഷൻഷിപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്. ബേസിക്കലി the functions of managerial economists is to collect, organize and interpret the data from internal and external environment of the organization and make a interpretation or and provide meaningful information to management of the organization for taking intelligent and correct decision. We already discussed this matter. For collection purpose or collections of the data or processing of the data, we must be used statistical techniques. Statistical methods provide a most useful and reliable data for managerial economics, like theory of probability, forecasting technique, trend projection, multiple regression analysis for forecasting or future events. Also similarly, the measures of central tendency, you already study in the QT and statistics, measures of central tendency, mean, like mean, median, mode, അതുപോലെ measures of dispersion,
correlation, regression, time series analysis, probability theory, least square. For most of the techniques are used for managerial economics in the decision making process. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ബേസിക് എയിം എന്നല്ലേ, മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻസിൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ അവർക്ക് കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇൻഫർമേഷൻസ് ആവശ്യമാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് എക്കണോമിക് തിയറീസും പ്രിൻസിപ്പിൾസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇൻഫർമേഷൻസ് മാനേജ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മാനേജീരിയൽ എക്കണോമിസ്റ്റിൻ്റെ ബേസിക് റോള്. അപ്പോൾ അവരെങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്? അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടണമെങ്കിൽ അവർക്ക് കറക്റ്റായിട്ടുള്ള ഡാറ്റ അവർക്ക് ഉണ്ടാകും. ഈ ഡാറ്റ കളക്ഷൻസിന് വേണ്ടിയിട്ടും അനാലിസിസിന് വേണ്ടിയിട്ടും അതിന് ഇൻ്റർപ്രിട്ടേഷൻസിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നത് എന്താണ്? സ്റ്റാറ്റിറ്റിക്സ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിറ്റിക്സ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് മാനേജീരിയൽ എക്കണോമിക്സ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഒരുപാട് ഡാറ്റ ടൂൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് സെക്കൻഡ് സെമ്മിൻ്റെയും ഫസ്റ്റ് സെമ്മിൻ്റെയും സ്റ്റാറ്റിറ്റിക്സും അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലും ഒരുപാട് സ്റ്റാറ്റിറ്റിക്സൽ ടൂൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ യൂസേജൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ്, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂൾസ് നിങ്ങൾ സ്റ്റാറ്റിറ്റിക്സിൻ്റെ പഠിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാറ്റിറ്റിക്സ് ഒക്കെ നമ്മുടെ ഓർഗനൈസേഷൻസിൽ അല്ലെങ്കിൽ മാനേജീരിയൽ എക്കണോമിക്സ് ഡാറ്റ കളക്ഷനും അതിൻ്റെ പ്രോസസ്സിങ്ങിനും അനാലിസിസിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെനി എക്കണോമിക്സ് പറയുന്നത് സ്റ്റാറ്റിറ്റിക്സ് ആൻഡ് മാനേജീരിയൽ എക്കണോമിക്സ് ആർ ക്ലോസ്ലി കണക്റ്റഡ് ആണ്. ദ വേർഡ്സ് ഓഫ് ആൽഫ്രഡ് മാർഷൽ, സ്റ്റാറ്റിറ്റിക്സ് ആർ ദ സ്ട്രോസ് ഔട്ട് ഓഫ് വിച്ച് ഐ, ലൈക്ക് എനി അതർ എക്കണോമിസ്റ്റ്, ഹാവ് ടു മേക്ക് bricks. These statements prove the importance of statistics in economics. That means managerial economics. Next one, relationship of managerial economics with mathematics. Mathematics is the science of numbers, symbols and diagram. It consists of algebra, geometry, arithmetics, etc. Diagram symbols are widely used in managerial economics. Mathematics is an exact and accurate science like physics or chemistry. It is therefore argued that the use of mathematics in economics theories has made managerial economics more precise and logical. Mathematics is used in managerial economics in estimating various economics relationships and employing them in decision making and forward planning. In mathematical tools like algebra, geometry, logarithm, calculus, etc. are used in taking decision making and forward planning process. That means മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കുന്ന പല ടൂൾസും നമ്മൾ എക്കണോമിക്സിൽ അല്ലെങ്കിൽ മാനേജീരിയൽ എക്കണോമിക്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻസിന് വേണ്ടിയിട്ടും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനൊക്കെ വേണ്ടിയിട്ട് മാനേജീരിയൽ എക്കണോമിക്സിൽ മാത്തമാറ്റിക്സിൻ്റെ പല ടൂൾസും ടെക്നിക്സും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് പുവർ സയൻസ് ആണ്. നമ്പേഴ്സ്, സിംബൽസ്, ഡയഗ്രാംസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റഡി നടത്തുന്ന മെത്തേഡ്സാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡിസിപ്ലിനാണ് മാത്തമാറ്റിക്സ്. ഈ മാത്തമാറ്റിക്കൽ ടൂൾസ് ഒരു മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ബേസിക് ഫങ്ഷൻസിന് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡിസിപ്ലിനാണ് managerial economics and operational research. That means relationship between managerial economics and operational research. So operational research and managerial economics are interrelated to a certain extent. Operational research means
or operational research is the applications of mathematical and statistical techniques in solving business problem. It deals with constructions of mathematical model that help the decision making process. It helpful in business firm is studying the interrelationship and relative efficiencies of various business aspects like sales, production, etc. The basic tools of operational research such as linear programming, techniques of inventory control, game theory, queuing theory, etc. are used in managerial economics. അപ്പോൾ ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡൽസ് ക്രിയേറ്റ് ചെയ്യുന്ന ഡിസിപ്ലിനറിയാണ് ഓപ്പറേഷണൽ റിസർച്ച് എന്ന് പറയുന്നത്. അതായത് ബേസിക്കലി ആയിട്ട് ഒരു പ്രോബ്ലംസ് അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് മാത്തമാറ്റിക്സിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും ടൂൾസും ടെക്നിക്സും ഉപയോഗിച്ചുകൊണ്ട് മോഡൽ ക്രിയേഷൻ നടത്തുക. ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ഒരു ടെക്നിക്കാണ് ഓപ്പറേഷൻ റിസർച്ചിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലീനിയർ ഇത് നിങ്ങൾക്ക് കുറച്ച് അങ്ങോട്ട് നിങ്ങൾ പഠിക്കാനുണ്ട്. ഓപ്പറേഷണൽ റിസർച്ച് എന്നുള്ള പേപ്പർ നിങ്ങൾ ഹയർ സ്റ്റഡിയൊക്കെ ചെയ്യുമ്പോൾ PGക്കൊക്കെ പഠിക്കും. ഒരുപാട് ടൂൾസ് ഉണ്ട് അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോൾ നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു ബിസിനസ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചു. അപ്പോൾ ബേസിക്കലി നിങ്ങളവിടെ ഒരു 2 പ്രൊഡക്റ്റാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. എക്സ് ആൻഡ് വൈ എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഈ എക്സ് ആൻഡ് വൈ ഡിനോട്ട് ചെയ്യുന്നത് ആ പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഒരേ യൂണിറ്റ് ഓഫ് റോ മെറ്റീരിയൽസും മെഷീനറിയും അതേപോലെ തന്നെ എംപ്ലോയീസിനും ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു റോ മെറ്റീരിയൽസിന് ഒരു എക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ ഒരു നിശ്ചിത കോസ്റ്റ്, ഇപ്പോൾ എക്സാമ്പിൾ ഒരു 10 രൂപ കോസ്റ്റ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അതേസമയം വൈ എന്നുള്ള പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 5 രൂപയാണ് കോസ്റ്റ് വരുന്നത്. അതുപോലെ ലേബർ അവർ 1 അവർ, അതുപോലെ എക്സിന് ഒരു 2 അവറും വൈക്കൊരു 1.5 അവറുമാണെന്ന് വിചാരിക്കുക. എക്സ് വിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 5 രൂപ പ്രോഫിറ്റ് കിട്ടും. പക്ഷേ വൈ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് 1 രൂപ മാത്രമേ പ്രോഫിറ്റ് കിട്ടൂ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. ഒരു ദിവസം നമുക്ക് മാക്സിമം ഈ 2 പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് മാക്സിമം നമുക്ക് റോ മെറ്റീരിയൽസ് കിട്ടുന്നത് എത്രയാണ്? ഒരു 100 യൂണിറ്റ് റോ മെറ്റീരിയൽസ് മാത്രമേ ഒരു ദിവസം നമുക്ക് കിട്ടൂ, അല്ലെ, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് അതേപോലെ തന്നെ ഹവേഴ്സ് എന്ന് പറയുന്നത് വർക്കിംഗ് ഹവേഴ്സ് 10 ഹവറാണ് നമ്മുടെ ടോട്ടൽ വർക്കിംഗ് ഹവേഴ്സ്. നമ്മളെടുത്തൊരു 10 എംപ്ലോയീസും ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ടോട്ടലി 100 ഹവേഴ്സാണ് നമുക്ക് കിട്ടുക. 100 യൂണിറ്റ് ഓഫ് റോ മെറ്റീരിയൽസും 100 ഹവേഴ്സും മാത്രമാണ് നമ്മളെടുത്തുള്ളത്. അപ്പോൾ ഇതിന് ഓരോന്നിനും നമ്മൾ ഉപയോഗിക്കേണ്ടതും ഓരോന്നിന് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഇത് ഒരു ദിവസത്താണ്. ഇതേപോലെ നമ്മൾ ഒരു വർഷത്തിൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര യൂണിറ്റ് എക്സ് ഉൽപ്പാദിപ്പിക്കണം, എത്ര യൂണിറ്റ് വൈ ഉൽപ്പാദിപ്പിക്കണം. നമ്മുടെ ലക്ഷ്യം നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എക്സ് വിറ്റ് കഴിഞ്ഞാൽ 5 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, വൈ വിറ്റ് കഴിഞ്ഞാൽ 1 രൂപ മാത്രമേ പ്രോഫിറ്റ് കിട്ടൂ. അപ്പോൾ ഈ 2 ഒരുപാട് കൺസ്ട്രെയിൻഡ് എന്നാണ് നമ്മൾ പറയുക. അതായത് നമുക്ക് 100 യൂണിറ്റ് മാത്രമേ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നടത്താൻ വേണ്ടിയിട്ട് റോ മെറ്റീരിയൽ അവൈലബിൾ ഉള്ളൂ. അതേപോലെ 100 അവർ മാത്രമേ നമുക്ക് ലേബർ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കൺസ്ട്രെയിൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു തടസ്സങ്ങൾ എന്ന് പറയുക, അല്ലെങ്കിൽ അതാണ് നമ്മുടെ അവൈലബിലിറ്റി കണ്ടീഷൻ. ഈ കണ്ടീഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നമ്മളൊരു മോഡൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അതായത് എക്സ് എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിച്ചാൽ 5 രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക, വൈ ആണെങ്കിൽ 1 രൂപ. അപ്പോൾ നമ്മളൊരു ഇക്വേഷൻസ് ഉണ്ടാവും. നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഈസ് ഈക്വൽ ടു 5x + 1y ആണ്. അതായത് എത്ര വൈ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് വൈ ഡിനോട്ട് ചെയ്യുന്നത്, എത്ര എക്സ് ഉൽപ്പാദിപ്പിക്കണം എന്നാണ് എക്സ്. അതായത് 1 യൂണിറ്റ് എക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 രൂപ പ്രോഫിറ്റ് കിട്ടും,
ഒരു യൂണിറ്റ് വൈ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1 രൂപ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇതിൽ തടസ്സങ്ങളിലെ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എക്സിന് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, 100 യൂണിറ്റിനേക്കാൾ കൂടാൻ പാടില്ല. അപ്പോൾ എക്സ് പ്ലസ് വൈ എപ്പോഴും 100 യൂണിറ്റിൻ്റെ ഉള്ളിലാണ്. അതായത് 10 യൂണിറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സിന് ഉപയോഗിക്കുന്നത്, 5 യൂണിറ്റാണ് വൈക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ 10 ഇൻറ്റു എക്സ് പ്ലസ് 5 ഇൻറ്റു വൈ ഒരിക്കലും 100-നേക്കാൾ കൂടാൻ പാടില്ല. അതേപോലെ തന്നെ അവേഴ്സും ഇതേപോലെ തന്നെയാണ്. എക്സിന് ഉപയോഗിക്കുന്നത് 2 അവറാണ്, വൈക്ക് ഉപയോഗിക്കുന്നത് 1.5 അവറാണ്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയാൽ അതായത് 2x പ്ലസ് 1.5 വൈ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, 100 ഹവേഴ്സിനേക്കാൾ കൂടാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇക്വേഷൻ, ഈ 3 ഇക്വേഷൻസ്, ഇത് നമ്മൾ മാത്തമാറ്റിക്സിൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉപയോഗിക്കുന്നതാണ് ഈ ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ ഈ ബേസിക് പ്രോബ്ലത്തിന് ഈ ഇക്വേഷൻസ് ആക്കിയിട്ട് നമ്മൾ മാറ്റി. ഇനി ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെയും വൈയുടെയും കണക്ക് അതാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട യൂണിറ്റ്സിൻ്റെ എണ്ണം വരിക. ഇതേപോലെ ഇതൊരു സിംഗിൾ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ ടണ്ണ് കണക്കിന് പ്രൊഡക്ഷൻ നടത്തുന്ന വാരിയസ് പ്രൊഡക്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ റിസോഴ്സസിനും മൾട്ടിപ്പിൾ യൂസേജ് ഉണ്ട്. എക്കണോമിക്സിൻ്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ ഓൾട്ടർനേറ്റീവ് യൂസേജ് ഉള്ള സ്കേഴ്സ് റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് മാക്സിമം അല്ലെങ്കിൽ ഓപ്റ്റിമം റിസൾട്ട് ഉണ്ടാക്കുക. അതായത് ഹ്യൂമൻ ബീങ്സിൻ്റെ വാണ്ട്സ് സാറ്റിസ്ഫൈഡ് ആകാം. അപ്പോൾ നമ്മൾ മാനേജറിയൽ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബെസ്റ്റ് ഡിസിഷൻസ് നമ്മൾ ടേക്കപ്പ് ചെയ്തിട്ട് ഓർഗനൈസേഷൻസിന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പറേഷണൽ റിസർച്ചും മാനേജീരിയൽ എക്കണോമിക്സ് തമ്മിൽ ക്ലോസ്ലി റിലേറ്റഡ് ആണ് ഒരു എക്സ്റ്റെൻഡ് വരെ. ഓർമ്മിക്കുക, ഓപ്പറേഷണൽ റിസർച്ച് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിന് നമ്മൾ മാത്തമാറ്റിക്കൽ മോഡലായിട്ട് ക്രിയേറ്റ് ചെയ്തു. മാത്തമാറ്റിക്കലി അത് നമ്മൾ സോൾവ് ചെയ്തതിന് ശേഷം ആ സൊല്യൂഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർഗനൈസേഷൻസിൽ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ്സാണ് ഓപ്പറേഷണൽ റിസർച്ച്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷണൽ റിസർച്ചും മാനേജീരിയൽ എക്കണോമിക്സും ക്ലോസ്ലി റിലേറ്റഡ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് കൺസെപ്റ്റാണ് റിലേഷൻഷിപ്പ് വിത്ത് അക്കൗണ്ടിങ്. മാനേജീരിയൽ എക്കണോമിക്സ് റിലേറ്റഡ് വിത്ത് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് മാനേജീരിയൽ എക്കണോമിക്സ്. അക്കൗണ്ടിങ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അക്കൗണ്ടിങ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഡാറ്റ റിഗാർഡിംഗ് ദി ഓപ്പറേഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ദി ഫേംസ്. According to the data and statement respected in the language of the business. ദാറ്റ് മീൻസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആണ്. ബിസിനസ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഓൾ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നത് അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ നിന്നാണ്. ഈ അക്കൗണ്ടിങ് റെക്കോർഡ്സിലുള്ള ഇൻഫർമേഷൻസ് ആണ് ബിസിനസ്സിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനേജീരിയൽ എക്കണോമിക്സും അക്കൗണ്ടിങ്ങും തമ്മിൽ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. Basically, the management needs market information, product information, and accounting information for taking correct and accurate decision making. Basically, the profit and loss statement, അതേപോലെ ബാലൻസ് ഷീറ്റ്, ഇത് റിഫ്ലക്റ്റ് ദി എഫിഷ്യൻസി ഓഫ് ദി ഫേംസ്. നമ്മൾ പറയാറുണ്ട് ബേസിക്കലി ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ടു പ്രിപ്പയർ to analyze the financial position and profitability of the business organization ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങിൽ പ്രിപ്പയർ ചെയ്യുന്ന 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷൻസിൻ്റെ എഫിഷ്യൻസി എന്താണെന്നും ആ ഓർഗനൈസേഷൻസിൻ്റെ പ്രോഫിറ്റബിലിറ്റി എന്താണെന്നും നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ profit and loss account and balance sheet provide a basic information for decision making process of the manager and forward planning of the organization. So managerial economics and accounting are interrelated subjects. These are the relationship between managerial economics with other discipline. Okay, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ മാനേജീരിയൽ എക്കണോമിക്സും ജനറൽ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും മാനേജീരിയൽ എക്കണോമിക്സ് മറ്റ് സബ്ജക്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുമാണ്. അപ്പോൾ നിങ്ങളുടെ സിലബസ് നോക്കിയാൽ 1ാമത്തെ മൊഡ്യൂൾസിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും.
ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ മാനേജീരിയൽ എക്കണോമിക്സ് ആൻഡ് ജനറൽ എക്കണോമിക്സ്, അതേപോലെ റിലേഷൻഷിപ്പ് വിത്ത് അതർ ഡിസിപ്ലിൻ എന്നുള്ളത്. അപ്പോൾ ഇത് പഠിക്കുക, അത്യാവശ്യം നോട്ട്സ് എഴുതി വെക്കുക, എക്സാമിന് ചോദിക്കുന്ന ഭാഗങ്ങളാണ്. ഓക്കെ, താങ്ക് യു ടു യു ഓൾ.